ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ മീൻ വറുത്തത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 7 പച്ചമുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള മുളകാണിത്, അതുകൊണ്ടാണ് ഞാനിവിടെ 7 എണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവ് കുറവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അധികം മുളകൊക്കെ എടുക്കാം, എങ്കിലേ മീൻ വറുത്ത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ആദ്യം പൾസ് മോഡിലിട്ട് തന്നെ അടിക്കുക, എങ്കിലും ഇത് നന്നായിട്ട് അടിഞ്ഞ് വരത്തുള്ളൂ. എന്നിട്ട് വേണം ബാക്കിയുള്ളതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, എങ്കിലും നമുക്കിത് മസാലയ്ക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ചും കൂടി സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ബാലൻസ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, അതായത് നമ്മുടെ പെരുംജീരകപ്പൊടി. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് അതേപോലെ ഒരു നാരങ്ങയുടെ നീര്, പകുതി നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ 1 ടീസ്പൂൺ എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത് അതിലേക്ക് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 അയില എടുത്തിട്ടുണ്ട്. അത് ചെറിയ അയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ മത്തിയൊക്കെ ഇത് വെച്ചുണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന മീൻ വറുത്ത പോലെ നല്ലൊരു ടേസ്റ്റാണ് ഇത്. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കാനും കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ വരക്കെ ഇട്ട് കൊടുക്കുക, എങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ മസാല പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ അയില ആയതുകൊണ്ട് തന്നെ ഞാൻ തലയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തല വേണ്ടെന്ന് തോന്നാമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളെങ്ങനെ സാധാരണ മസാലയൊക്കെ തേച്ചിട്ട് പൊരിക്കാറെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതേപോലെ നമ്മുടെ തലയുടെ അകത്തൊക്കെ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിലാണ് ഇത് ഉണ്ടാവുക, മസാല ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ എല്ലാ അയിലയിലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രിഡ്ജിലോട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാണ്. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മസാല പുരട്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പിലൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന മീനാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലൊക്കെയാണ് സാധാരണ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാറെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ നോൺ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 പച്ചമുളക് ഇങ്ങനെ ഇതേപോലെ ഒന്ന് നടു ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ പച്ചമുളകിൻ്റെ എരിവും കൂടിയൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ വറക്കുന്ന ടൈമിൽ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് ഒരു സൈഡായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കൂടി നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത്. നമ്മൾ സാധാരണ ഒരേ ടേസ്റ്റിലുള്ള മീൻ വറുത്തതൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത്രയും ടേസ്റ്റാണ് ഇതിന്. താങ്ക് യു.